ഭാരത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനും ഒരു വേദനയ്ക്കും ഒരു ദാരിദ്ര്യത്തിനും എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വീതറി കൊടുക്കും. എടുക്കും തോറും എന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയമറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ. ഓരോ ദിവസവും കൃപയുടെ മറവിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുന്ന പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നലെ കേട്ട വചന ചിന്ത പൗലോസ്ലീഹ പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എന്റെ വിശ്വാസം വൃഥാവത്രേ. Yesterday we spoke about the resurrection of Jesus. If Jesus was not raised, my faith is in vain. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. We have to be strengthened in the Lord more and more. നമുക്ക് പിന്നെയും തുടർമാനമായി കർത്താവിന്റെ വചനം കേൾക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ നമുക്ക് അനുഭവിക്കാൻ കർത്താവ് ഇടയായി തീരട്ടെ. Let's do it again and let us immerse in his grace. Thank you Holy Spirit. നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. We are meditating on the letter of Corinthians. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണ്. We are coming to the last chapter of Corinthians. എനിക്ക് നീണ്ട 2 മാസത്തോളമായിട്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം മാത്രമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. For the last 2 months we have been meditating on Corinthians. 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുവാണ്. We are coming to 1 Corinthians 16 to the last portion. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ വചനം? We can see 13. അവിടെ ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ എന്നൊരു വചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Paul says, watch ye, stand fast in the faith, quit you like men, be strong. ആമേൻ. നിങ്ങൾക്കറിയാം, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. In the Acts of Apostles we see that they got the Holy Spirit power. പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. Many people ask, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയങ്ങളിൽ when I came to the faith, എനിക്ക് ദർശനങ്ങൾ കാണാൻ കഴിയുമായിരുന്നു, I had visions, എനിക്ക് ഒത്തിരി പ്രവചനങ്ങൾ വരുമായിരുന്നു, I had prophecies, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഡെലിവറൻസുകൾ ഉണ്ടാകുമായിരുന്നു, I could pray for others and get them delivered. എന്നാൽ പിന്നത്തേതിൽ അതെല്ലാം മങ്ങിപ്പോയതായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടും ഒത്തിരി ആൾക്കാർ പരാതി പറയാറുണ്ട്, സങ്കടം പറയാറുണ്ട്. Many complained that later on their giftings faded and they couldn't do this as before. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുണ്ടോ? Any one of you like that? അങ്ങനെ സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? Anyone doubt like that? ഉണ്ട്. ഇന്നലകളിൽ നിങ്ങൾ പ്രയോജനപ്പെട്ടു, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. Yesterdays you could do this, but nowadays you can't do it. അപ്പൊ നിങ്ങളതായിട്ടുള്ള ഒരു അഭിപ്രായം പറ, എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ഉപയോഗിക്കുവാൻ കഴിയാഞ്ഞത്? Why do you think it is like that? Earlier you could do, now you can't do. Why it was that? പ്രാർത്ഥന കുറവായിരിക്കും. പ്രാർത്ഥനയുടെ കുറവുകൊണ്ടായിരിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെ പോകുന്നത്? Maybe it is the lack of prayer. വളർച്ചയുടെ കുറവുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെട്ടു. വിശ്വാസം കുറഞ്ഞു പോയി. ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട പോലെ ഇരിക്കുന്നില്ല നേരത്തെ അത്രയും.
ഉം, Maybe you are not spending enough time with the Lord. നമ്മൾ എന്തൊക്കെ ആയിന്ന് നമുക്കൊരു തോന്നൽ വന്നതുകൊണ്ട്. ഉം. അപ്പൊ നമുക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു അല്ലെ? സിസ്റ്റർ മ്യൂട്ടായി പോയി നോക്കിയാണ്. Many people said so many opinions of theirs. എന്നാൽ നിങ്ങൾ പറഞ്ഞതല്ല ഇതിന്റെ കാരണം. But this is not the reason of. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. Carefully, listen നിങ്ങൾ carefully. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. You received Jesus when you spoke. നിങ്ങൾ believed and spoke. വീണ്ടും ജനിക്കുകയാണ്. You are born again. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഒരു ജനനം സംഭവിക്കുകയാണ്. There is a birth in Jesus. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ നിങ്ങൾ ജനിക്കുന്നു. Just like a small kid. You ആ are born. സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ, ആദ്യം നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ, ഈ ദർശനം, ഇതെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. The same vision, same giftings that you had before, you still have that inside of you. ഇനി കേട്ടോണം. Listen to me now. പലപ്പോഴും നമുക്ക് ക്രിസ്തുവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ When we are in Christ, നിങ്ങൾ കൃപാവരങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങളെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. you should keep using your spiritual gifts or even visions. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, ഒന്ന് ഉണർന്നിരിപ്പിൻ. Here Paul says, stay alert. സ്റ്റേ അലേർട്ട് അല്ലെ? ഉണർന്നിരിപ്പിൻ. രണ്ട്, അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. Stand firm in the faith. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത് അല്ലെ സിസ്റ്ററെ? Other King James, stand King fast. James ഇല്ല, NET, stand fast in firm. ഓക്കെ. Yeah. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അടുത്തത് Show courage. മലയാളത്തിലേക്ക് Quit you വരുമ്പോഴേക്ക് like men എന്ന് പറഞ്ഞ King James ല. King James NET ല, it says show courage. ഓക്കെ. നോക്കുക, നിങ്ങൾ പുരുഷത്വം കാണിപ്പിൻ എന്നാണ് നമ്മൾ ന്യൂ KJV ഒക്കെ മലയാളത്തിൽ വരുന്നിരിക്കുന്നത്. KJV ല് പറയുന്നത് പുരുഷത്വം കാണിപ്പിൻ. That means be courageous എന്നർത്ഥം. കാര്യം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ പഴയ നിയമമൊക്കെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇന്നാണ് സമത്വവും ഈക്വാലിറ്റിയും ഒക്കെ വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു പവറിന്, ഒരു സുപ്പീരിയർ പവറിനെ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. Those days men, not women, men was supposed to be the a synonym for strength. അതായത് നിങ്ങൾ ഒരു കറേജ് ആകുക അല്ലെങ്കിൽ ഇത് ബലപ്പെട്ട് നിൽക്കുക എന്നതിന് ഒരു നല്ലൊരു വഴി അന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷത്വം കാണിപ്പിന്ന് പറഞ്ഞത്. Means to stand strong in faith, to stand courageous, they used be like a man. അടുത്ത വാക്യത്തിൽ പറയുന്നത് ആൻഡ് ബി സ്ട്രോങ് അല്ലെങ്കിൽ ശക്തിപ്പെടുവെന്നൊരു വാക്ക്. Then they say be strong, Paul said. ഞാൻ അതിന്റെ ഒരു ഗ്രീക്ക് പദത്തിന്റെ അകത്ത് കൊടുത്ത സമയത്ത് 2-3 വാക്കുകളാണ്. ടു സ്ട്രെങ്തൻ എന്നൊരു വാക്കുണ്ട്. In the Greek Bible it says strengthen. മേക്ക് സ്ട്രോങ് എന്നൊരു വാക്കുണ്ട്. Strong. ടു ബി മേഡ് എ സ്ട്രോങ് എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. To be made strong. അടുത്തൊരു പദം കൊടുത്തേക്കുന്നത് ടു ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്. The next word it is in Greek, increase in strength. നോക്കിക്കേ, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. You have to increase your strength. നിങ്ങളുടെ ശക്തികൾ നിങ്ങൾ കൂടുതൽ ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ വളരണം. നിങ്ങൾ You have to grow in strength. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ നിങ്ങൾ പ്രവചിച്ചു, നിങ്ങൾ കർത്താവിലേക്ക് വന്നു, നിങ്ങൾ ആലോചന പറയുന്നു, ദർശനങ്ങൾ കാണുന്നു. എന്നാൽ പറഞ്ഞു പിന്നെ നിങ്ങളിൽ സംഭവിച്ചത് നിങ്ങൾക്കത് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. When you came to the faith, when you came to be saved, you had visions, you had prophecy. Now you are not able to use them. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കൃപാദാനങ്ങളെ പറ്റി ദൈവം അനുദപിക്കുന്നില്ല. God is not sorry about his own gifting to you. അതായത് നിങ്ങൾക്ക് കൃപകൾ തന്നിട്ട്, കൃപാവരങ്ങൾ തന്നിട്ട് അയ്യോ അത് കൊടുക്കണ്ടായിരുന്നു എന്ന് ദൈവം ഒരിക്കലും, അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. God never take back what gift, spiritual gifts that he already gave you. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? Then what happened? കാരണം നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന ദർശനങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. When you come to the faith, when you come to the Lord, you have to increase your strength. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ അനുദിനം പുതുക്കണം. Every day you have to renew your strength. എഫേസ്യ ലേഖനത്തിന്റെ അകത്തൊരു വാക്യമുണ്ട്. Ephesians say, അതിന്റെ ചാപ്റ്റർ 6
6:10. 6:10 വരുമ്പോൾ വായിച്ചു സിസ്റ്റർ. Yeah. കർത്താവിലും അവന്റെ അമിത Yes. Finally, my brethren, be strong in the Lord and Okay, the power of his might. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. Be strong in the Lord and the power of his might. അതിന്റെ അർത്ഥം ഇന്നലകളിൽ കണ്ട ദർശനങ്ങൾക്കകത്ത് കൂടുതൽ നിങ്ങൾ വളരണം. You have to grow more in the visions that you saw yesterday. ഇന്നലകളിൽ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ പ്രവചന വരത്തിൽ നിങ്ങൾ വളരണം. More than yesterday, you have to grow in the visions. ഒന്നാമത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. In the place where, in the fellowship where you are, there should be a surrounding to grow, atmosphere to grow. ഇപ്പൊ നിങ്ങൾ രക്ഷയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ദൈവികമായിട്ടുള്ള ആലോചനകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആരോടാ? ശരിക്കും പറഞ്ഞാൽ സഭയിലുള്ളവരോടാണോ പുറത്തുള്ളവരോടാണോ? When you were saved, to whom did you share the spiritual gifts, prophecy and stuff? To the people of the church or outsiders? അല്ലെങ്കിൽ രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അകത്തുള്ള പുറത്തുള്ളവരാണോ? When you were giving out the healings giftings, to who did you give? To the church people or outside? സഭയിലുള്ളവരോട്. Some say inside the church. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. നിങ്ങൾ കർത്താവിന്റെ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൃപാവരങ്ങളെ ഉപയോഗിക്കുന്ന ഒരന്തരീക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണം. Whichever church you are, there should be an atmosphere where you can use your spiritual gifts. നിങ്ങൾ ഇപ്പൊ കുറെ നാള് പുതിയൊരു വാഹനം എടുത്തു, ആ വാഹനം കുറെ നാള് നിങ്ങൾ ഉപയോഗിക്കാതിരുന്ന് വിചാരിച്ചു. Suppose you took a new vehicle and for so many days you did not use it. കുറെ നാൾ അത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ട്രബിളിലേക്ക് വരും. When you start it again after so many days, there will be a trouble in starting. അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. It will not be smooth in moving. അതിന്റെ കാരണം കുറെ നാൾ ഇത് ഉപയോഗിക്കാതിരുന്നു. After so many days of buying it, you didn't use it. ഇത് തന്നെയാണ് കൃപാവരങ്ങളിലെ പ്രത്യേകത. നിങ്ങൾ യൂസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. The more you use the spiritual gifts, your experience will grow. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയാത്തെന്ന് അറിയാവോ? Why you can't say that now? ഒന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറയാൻ പറ്റാത്തത്? Why you can't say the same now? ഇനി ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരാലോചന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ച വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടിയോ ചെയ്തൊരു വ്യക്തിക്ക് ഒരു മാറ്റം, അല്ല ഒന്നോ ഒന്നിലധികം വ്യക്തികൾക്കോ മാറ്റമുണ്ടായില്ല. The reason is why you can't use it like before is the last person that you use the spiritual gift for, he did not get deliverance. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പൊതുവേ നിങ്ങൾ പയ്യെ ഡൗൺ ആകാൻ തുടങ്ങി. So slowly you started withdrawing. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? Is it not true? Yes. ശരിയാ. കണ്ടോ? ഇനി ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു തരാം. കറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ പ്രവചിച്ചോ രോഗസൗഖ്യം ചെയ്തോ ഓരോ കൃപാവരങ്ങൾ ഉപയോഗിച്ചു വന്ന വ്യക്തി പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം നിങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ദൈവിക ആലോചനകളോ ഏറ്റവും ഒടുവിൽ ചെയ്ത ശുശ്രൂഷകളോ അവിടെ ഒരു പരാജയം സംഭവിച്ചു. There was a failure in the last person where you used your spiritual gifts, so you stopped. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ ദൈവം ആദ്യം ഇടുന്നത് ഒരു യെരൂശലേമുണ്ട്. You should understand that God put you in a Jerusalem first. ഈ യെരൂശലേമിലെ മിഷൻ യഹൂദിയയിലോട്ട് കയറുമ്പോൾ, when the Jerusalem mission enters Yehuda, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്ന സമയത്ത് in Acts 2, അവിടെ അഭിഷേകം പ്രാപിച്ച് അവരെല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി. they were all baptized in the spirit and they all started professing. വചനം പറഞ്ഞ് ആൾക്കാരെല്ലാം ആശ്ചര്യപ്പെട്ട് 3000 പേര് സ്നാനപ്പെട്ടു. People were all marveled and 3000 people baptized that day. ഭയങ്കര സംഭവം അവിടെ ഉണ്ടായി. A big commotion was there. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
But when you come to third chapter, അവിടെ ഒരു മുടന്തൻ സൗഖ്യമായത് കാണാൻ പറ്റും. there was a lame who was healed. അത് ദേശം മുഴുവൻ പടർന്നു. That spread across the nation. നോക്കി, 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഉയർത്തത് അവർ കണ്ടു. 2-ാം അധ്യായത്തിൽ അഭിഷേകം പ്രാപിച്ച് പ്രവചിച്ചു 3000 പേര് സ്ഥാനപ്പെട്ടു. 3-ാം അധ്യായത്തിൽ രോഗി സൗഖ്യമായി. First chapter they saw Jesus risen. Second chapter they saw everybody is filled with the Spirit. Third chapter the guy got healed. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ Fourth chapter സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. things started changing. കാര്യം അതുവരെ ഭയങ്കര അഭിഷേകത്തോടെ മുന്നേറിയ ആളുകൾ പെട്ടെന്ന് മഹാപുരോഹിതനും കയ്യഫാവും ഇവരും എല്ലാം ഇവിടുത്തെ വാക്ക് കൊണ്ടോ 6-ാമത്തെ വാക്യം കൊണ്ടോ അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ വാക്ക് ജസ്റ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താലും മതി. മഹാപുരോഹിതനെ ഹന്നാവും കയ്യഫാവും യോഹന്നാനെയും അലക്സാണ്ടറേയും പുരോഹിതനെയും വംശത്തിലൊരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിൽ ഇത് ചെയ്തു ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത് പ്രമാണിമ മൂപ്പന്മാരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായത് ഉപകാര നിമിത്തം ഇവൻ സൗഖ്യമായി എന്ന് വിസ്തരിക്കാൻ തുടങ്ങി. In Acts 4:6, high priest started asking him, on what authority do you do this? And then Peter and John said, by what power? അതായത് അന്തരീക്ഷം മാറാൻ തുടങ്ങി. Yeah, the atmosphere started changing there. നോക്കി, യെരുശലേമിന്റെ അകത്തു നിന്നും അവര് വളരാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷത്തിന്റെ അകത്ത് ചേഞ്ചുകൾ വരാൻ തുടങ്ങി. When they grow from Jerusalem, the atmosphere started changing. 1-ാം അധ്യായത്തിൽ അന്തരീക്ഷമല്ല 2-ാം അധ്യായത്തില്. The first chapter is not the atmosphere that they had in 2. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. It started changing again. നിങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ പ്രവചിച്ചപ്പോ First days, when you prophesied, അവര് പറഞ്ഞത് എന്റെ വിഷയമാണ്, ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു. the hearer said it is because it's big miracle, it is my subject. നിങ്ങൾ 2, 3, 4, 5 പ്രാവശ്യം കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു. Second, third, fourth and fifth, there was no much of problems. 4-ാം പ്രാവശ്യം വന്നപ്പം ദൈവം പല കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. The fourth time when you started prophesying, God started showing you things. നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ, Maybe that you couldn't understand that one. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തികളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, Maybe that you couldn't share it with that person. ഉദാഹരണം പറഞ്ഞാൽ 1 വയസ്സുള്ള കൊച്ചിന് നമുക്ക് കുറുക്കോ എന്തെങ്കിലും ബിസ്ക്കറ്റ് കൊടുത്താൽ മതി. The 1-year-old will be happy with the biscuit or Cerelac. എന്നാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി അനുദിനം വളരുന്നതനുസരിച്ച് നിങ്ങളുടെ അകത്ത് പവറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. But the born again believer should be growing every day in the Spirit. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. Every day the situations are changing in your life. നിങ്ങൾ ഇന്നലകളിൽ പ്രവചിച്ചതുപോലെയല്ല നാളെ പ്രവചിക്കാൻ പോകേണ്ടത്. Whatever you prophesied yesterday is not the one tomorrow. ഇന്നലകളിൽ കണ്ട വിഷയങ്ങളല്ല നിങ്ങൾ പിന്നെയും കാണാൻ വേണ്ടി പോകുന്നത്. The subject that you saw yesterday will not be the thing. അപ്പൊ അതിനെ കാണിച്ചതിനെ റിയലൈസ് ചെയ്യാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ആത്മ മനുഷ്യരും വളരാൻ കഴിയുന്നില്ല. That whatever God showed you with regards to this, you couldn't understand and you couldn't grow in the Spirit. അപ്പൊ നിങ്ങൾ കണ്ടതിനെ അവിടെ പറഞ്ഞു. Whatever you saw, you spoke. പക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലാകാതെ പോയി. But that person did not perceive it, understand. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രവചന വരത്തിന്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞായറാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് കാണണം. സൗണ്ട് കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്, ഇച്ചിരി കട്ടായിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കണം, ട്രാൻസ്ലേറ്റിൽ കുഴപ്പമില്ല, അത് കേൾക്കുന്നത് നല്ലതാണ്. ഈ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യക്തിയോട് ഒരു പ്രവചനം പറയുക. Suppose you start prophesying to a person. അപ്പൊ ആ പ്രവചനം നിങ്ങൾ ഒരാളുടെ ഒരു ആലോചന പറയുമ്പോൾ, When you say a vision from the Lord, ഒന്നെങ്കിൽ ആ കാര്യം നടന്നു കഴിഞ്ഞതായിരിക്കാം, maybe that has already happened, അല്ലെങ്കിൽ വരാൻ പോകുന്നതായിരിക്കാം, or maybe it is gonna come. അപ്പൊ ഇതിലേതാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയാം. ഞാൻ ബ്രദറിനെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം കർത്താവിന്റെ ഒരു ഉദാഹരണം, ഒരു പ്രൊഫസി, ഒരു കാര്യം ദൈവം തരാൻ വേണ്ടി പോകുന്നത് കാണിക്കുക. For an example, God is telling me that God is gonna give you something. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി നമ്മൾ പറയാൻ ഇടയായി തീർന്നു. A sister was telling me, ബ്രദർ എന്നോട് പറഞ്ഞൊരു പ്രൊഫസി ഉണ്ട്, സെപ്റ്റംബർ മാസം അത് നടക്കുമെന്ന് ബ്രദർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു ദൈവാത്മാവില്. and that sister told me there is a prophecy about me that you said and it will be happening in September. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുവാന്ന് പറഞ്ഞു. I'm waiting for it.
he said. പക്ഷെ പ്രാർത്ഥനയുടെ ആശീർവാദം പറയുന്ന സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. But she enters the prayer maybe just before the close. അപ്പൊ ഇത് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തും, ബ്രദറെ സെപ്റ്റംബർ മാസം ഞാൻ കാത്തിരിക്കുവാന്ന് പറഞ്ഞു. And again she will say, I am waiting for September. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രവചനം കാത്തിരിക്കുന്നത് പോലെ തന്നെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പിശാച് കാത്തിരിക്കുക. കണ്ടോ? As you are waiting for the thing to happen, the devil is waiting for not to happen. അപ്പൊ ഒരു ആലോചന കേട്ടാൽ ആ ആലോചന ചിലത് തന്നെ വന്ന് സംഭവിക്കുന്നതുണ്ട്. When you hear a prophecy, sometimes it happens എന്നാൽ automatically. ചിലത് നിങ്ങൾ ബൈബിൾ പറഞ്ഞു നിങ്ങൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരാകണം. Certain things you have to claim it. കണ്ടോ? അപ്പൊ വിധത്തിൽ ഏത് പ്രവചനമാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉള്ളപ്പോഴേ അത് അറിയാൻ കഴിയത്തുള്ളൂ. If you are in the presence of God only, you will understand which one you have. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്കും വരാതെ വചനം കേൾക്കാതെ എങ്ങനെ ഇത് ഫുൾഫിൽ ആകും? I told, if you don't come for prayer in time and if you don't hear the word, how will it prosper? കണ്ടോ? അപ്പൊ ചില ആലോചനകൾ അങ്ങനെ ഉള്ളതുണ്ട്. Certain prophecies are such. ഇനി രണ്ട്, ചില രോഗസൗഖ്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ് നിങ്ങൾ കേട്ടാൽ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ചില രോഗസൗഖ്യങ്ങൾ, രോഗവും ഉണ്ട്, രോഗശക്തിയുണ്ട്, രോഗത്തിന്റെ ദുരാത്മാക്കളും ഉണ്ട്. Certain sickness, there are sickness or there are sickness, strong sickness or sickness spirit. ഞായറാഴ്ചത്തെ ക്ലാസ് കേട്ട ആരെങ്കിലും 4 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുള്ള ആരാളൊന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്? I taught this on Sunday. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ 4 കാര്യം? ഒന്ന് ഉറക്കെ പറഞ്ഞു. ആരാ? Anybody remember? വിശ്വാസം, പാപനിമിത്തം, പിന്നെ ഞാനെന്നുള്ള ഭാവം, പാപം, നിങ്ങൾ രോഗം, രോഗം, പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഒന്നല്ല, രണ്ടും കൂടെ ഉണ്ട്. രോഗത്തിന്റെ I said on Sunday 4 things. One is sin, one is sickness. രോഗത്തിന് പിന്നിലുള്ള കാരണത്തെ അറിയാതെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമാകില്ല. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ടത്, യേശു ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്തില്ല? അതെ, അതായത് 4 കാര്യമുണ്ട്. ഒന്ന്, അവിശ്വാസ നിമിത്തം യേശു അത്ഭുതം ചെയ്തില്ല. Jesus could not perform miracles because of ഒരു വ്യക്തിക്ക് പാപം ഏറ്റു പറയാത്തതുണ്ടെങ്കിൽ, അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ രോഗസൗഖ്യം ലഭിക്കേണ്ടത് ചില സമയങ്ങളിൽ ചില പാപങ്ങൾ നമ്മുടെ രോഗസൗഖ്യത്തെ തടയും. Sometimes healing will be hindered when we have unconfessed sins. ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തി, എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്, എപ്പോഴും പറയാ, ബൈബിളും പിടിച്ചുകൊണ്ട് പറയാം, എന്റെ തല പോയാൽ മതി, ഞാൻ മരിച്ചാൽ മതി, എപ്പോഴും ഇങ്ങനെ പറച്ചില്ല. I know a person who will hold the Bible and say, I will die, I need to die, I want to die. ചില രോഗത്തെ വിളിച്ചു വരുത്തുന്നവരുണ്ട്. Some people call the sickness in. അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയേണ്ടതാ. You have to confess this to Lord. കാര്യം സൗഖ്യമായാലും പിന്നെ ഇത് രോഗം എന്ത് ചെയ്യും? അവർ വിളിച്ചു വരുത്തും. Even if somebody is healed, they call the sickness back. ഓക്കെ, നിങ്ങളിത് ഞായറാഴ്ചത്തെ കേട്ടാൽ കൂടുതൽ മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നലകളിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ പ്രധാന ഘടകം, നിങ്ങളെ വളരാൻ അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ആവശ്യമാണ്. You need a platform to grow. കൃപാവരങ്ങൾ എപ്പോഴും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. You should keep using the spiritual gifts. കാര്യം ഇതിന് എപ്പോഴും അപ്ഡേഷൻ വേണ്ടതാണ്. You need updation in the spiritual gifts. ഈ അപ്ഡേഷൻ എപ്പോഴും നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. This updation should happen in you continuously. നിങ്ങൾ കർത്താവിന്റെ ആലോചനകളെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. You should be sharing the prophecy, God's counsel. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിന്റെ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. You should be strengthened in the mighty power of God. ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുള്ളത് ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂറെങ്കിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. Those who want to be used of the Lord, at least 2 hours you should speak in tongues. ഏറ്റവും കൂടുതൽ വചനങ്ങളെ പ്രഖ്യാപിക്കുക ചെയ്യണം. You should keep declaring the word of the Lord. ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയാറുണ്ട്, അല്ലേ? We always blame Lord. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ വെടിവെക്കാൻ റെഡിയാണ്. God is ready to deliver you. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾക്കത് പ്രാപിക്കുവാനുള്ള ഒരു സ്പിരിച്വൽ സ്ട്രെങ്തിലാണോ നിൽക്കുന്നത്?
But are you spiritually strong to receive the deliverance from the നോക്കിയ Lord? 10-ാം വാക്യത്തിൽ പറഞ്ഞ എഫേസ്യർ 10 പറഞ്ഞു, ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. Ephesians said, be strong in the Lord and the power of his might. അപ്പൊ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ കൂടുതൽ ബലപ്പെടണം. You should be strong in the power of his might. നിങ്ങൾ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ If you want to be used of the Lord, പൗലോസ്ലീഹ പറയുകയാണ്, നോക്കിയ വാക്കുകൊണ്ട് ഒന്ന് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, ഉണർന്നിരിപ്പിൻ. Paul says you stand fast in the faith. നോക്കി ഉണർന്നിരിപ്പിൻ എന്ന വാക്ക് കേട്ടോ, ഉണർന്നിരിപ്പിൻ. Stay alert. നോക്കി ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അലേർട്ട് ആയിരിക്കണം എപ്പോഴും. You should be alert all the while. ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് മിന്നി മറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. You should be careful to notice and notify what is going through your heart. കുറെ കാലം മുമ്പ് ഞാനൊരു പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ തനിയാവർത്തനമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു അനർത്ഥം വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. Few days back, I had a thought, I had a feeling that somebody is going to have a bad things. അപ്പൊ ഇത് വരുമ്പോഴെല്ലാം ഞാനിതിനെ പ്രാർത്ഥിക്കാറുണ്ട്. Whenever this happened, I prayed. അതിനെ ബ്രേക്ക് ചെയ്യാറുണ്ട്. I broke it. Whenever ഇദ്ദേഹത്തിന്റെ മരണമാണ് ഞാൻ കാണുന്നത്. I saw the death of that person. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു അനർത്ഥം ഉണ്ടായി. But afterwards, he had a problem. അപ്പം എന്റെ അകത്ത് പല തവണയായിട്ട് ഈ വ്യക്തിയെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. Many times I had bad things about him in my heart. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വളർച്ചയെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. I will tell you the growth. നിങ്ങൾ പലപ്പോഴും നമ്മളൊരു ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങളുടെ പരിചയക്കാരനോ കൂട്ടുകാരനോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് ചില സമയത്ത് ചില വ്യക്തികളുടെ ചിത്രം അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയുള്ള രൂപം അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്ത ഒന്നിൽ കൂടുതൽ തവണ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? Suppose you have had a vision of some person, your friend or family, somebody. ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed? ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചില ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്തകൾ രൂപങ്ങളിൽ വരാൻ കാരണം? Why the thoughts or pictures came to you? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി എന്തുവാ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? എന്തുവാ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? Suppose if it is to pray for them, what you are going to pray for them? പറഞ്ഞേ. അയാൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ രോഗത്തിന് വേണ്ടിയാണെങ്കിൽ രോഗം മാറിപ്പോകട്ടെ. അല്ലെ, ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ ആ വ്യക്തി ഇങ്ങനെ മനസ്സിൽ കുറെ നേരമായിട്ട് വരുക, കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ ഇങ്ങനെ ആ വ്യക്തിയെ പറ്റി എന്തോ വരുക, പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. Your heart is getting a picture of somebody who you know many times in your heart, but you don't know their problem. അവരുടെ ആവശ്യം എന്താണോ അത് നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ആവശ്യം എന്താണോ അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വളർച്ച എന്ന് പറയുന്ന കാര്യത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. This is where we have to be careful. We will talk about the growth that we have to achieve. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ പറഞ്ഞു അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. You said we should pray for them. ചിലപ്പോ അയാൾക്ക് ഒരു അനർത്ഥം വരാൻ വേണ്ടി പോവായിരിക്കാം. Maybe God showed you that there is something bad is going to happen to that person. അല്ലെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും പാപത്തിലേക്ക് പോകാൻ പോവായിരിക്കാം. Otherwise that person is going towards some sin. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായ എന്തെങ്കിലും വഴിയാകാൻ പോവായിരിക്കാം. Otherwise that person is going to be a blessing to you. അപ്പൊ ഇത് അറിയാതെ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. But before knowing this what it is correctly, you are praying for that guy. ഇവിടെയാണ് നിങ്ങൾ വളർച്ച ആവശ്യമായിട്ട് വേണ്ടത്. This is where you have to be grown. എന്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ആലോചനകൾ ഇന്നും നിങ്ങൾ യെരൂശലേമിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. Every day you are growing. From the day when you are salvaged, നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായാൽ അടുത്ത വാക്യത്തിൽ എഫേസ്യർ ലേഖനം പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങൾ, അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. When you start prophesying, devil will start using his tricks. നിങ്ങൾ അവിടെ തിരിച്ചറിയണം, നിങ്ങളിൽ ഉണ്ടാകുന്ന ആലോചനകളെ വിവേചിക്കുവാൻ നിങ്ങൾ പഠിക്കണം. You should discern the things that you get. ഇന്നലെ നിങ്ങളൊരു വ്യക്തിയോട് പോയി പറഞ്ഞു, സഹോദരി, കർത്താവ് എന്നെ കാണിക്കുന്നു, നിങ്ങൾക്കൊരു വാഹനം കിട്ടാൻ വേണ്ടി പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം എടുത്തു. I had a vision
situation that some sister is going to get a new vehicle and they took a new vehicle. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ അടുത്തൊരു വ്യക്തിയോട് പോയി പ്രവചിക്കുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഇന്ന കാര്യം സംഭവിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞു കൊടുത്തു. And you told another one, another prophecy. പക്ഷെ ആ വ്യക്തിക്ക് ആ വിഷയം നടന്നില്ല. But that person did not have that അപ്പൊ prophecy. നിങ്ങളുടെ മനസ്സ് പറഞ്ഞു, കണ്ടോ പ്രവചനം തെറ്റിപ്പോയി. That your heart said, oh my God, it didn't happen. എന്റെ പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ആ ആലോചന നിങ്ങൾ ദൈവസന്നിധിയിൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അത് സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, തടയപ്പെടാനും സാധ്യതയുണ്ട്. Even if you shared that prophecy that you got from the Lord, there is chance that it cannot happen also. അപ്പൊ അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് ദൈവസന്നിധിയുടെ ഉത്തരം എടുക്കുവാൻ നിങ്ങളുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. You should ask the Lord and get a reply from the Lord that your spirit should be able to download it from the Lord. നമ്മൾ എന്താ ചെയ്യുന്നത് പൊതുവെ? ഞാൻ പറഞ്ഞ നടന്നില്ല, അത് ശരിക്കും പറഞ്ഞ ഉടനെ പ്രവചനം നടന്നില്ല, അപ്പൊ അത് ചിലപ്പോ കള്ളപ്രവചനമായിരിക്കും പലരും പറയും. You feel sorry that it did not happen, so people might say that it is false prophecy. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചില ആലോചന പകരുമ്പോൾ അതിന്റെ അകത്ത് നിങ്ങൾ ആത്മ മനുഷ്യനെ വളർത്തുകയും കൂടെ ചെയ്യണം. When you get some prophecy from the Lord, you should be able to download it and you should grow your inner man. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ആ പ്രകാശമുണ്ടായി. When you were saved, you got that light from the Lord inside. രണ്ടത് ദിവസവും യൂസ് ചെയ്യുമ്പോൾ അത് ഷാർപ്പായി വരും. Every day when you use that spiritual gifts, it will be sharpened. അതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. You have to be strong. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ കൃപ പോയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ദർശനങ്ങൾ പോയിട്ടില്ല, നിങ്ങളുടെ കൃപ പോയിട്ടില്ല, ഇതെല്ലാം നിങ്ങളുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. സിസ്റ്റർ മ്യൂട്ട് ആയിപ്പോയ പുഷ്പശ്രേ, സിസ്റ്റർ മ്യൂട്ട് ആയിപ്പോയേ. കട്ടായിപ്പോയി. നോക്കിയ, നിങ്ങളുടെ അകത്തൊന്നും ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പകരം നിങ്ങളുടെ ആത്മ മനുഷ്യന് അടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങളെ റിസീവ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പോയി. ഓക്കെ, ഇത്രയും പറഞ്ഞ സിസ്റ്ററെ, നിങ്ങളുടെ ആത്മ മനുഷ്യന് അടുത്ത തലങ്ങളെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. Your inner man is not able to receive the next level. അതായത് നിങ്ങളോട് ഇപ്പൊ ദൈവം സംസാരിക്കുന്ന അളവിനെ പിടിക്കുവാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഇപ്പൊ ഇല്ല. Inner man doesn't have the capacity to download from the Lord at this moment. കാര്യം നമ്മൾ വളരും തോറും വലിയ വലിയ കാര്യങ്ങൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. When we grow, many bigger things are being released from the Lord. അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ അന്തരീക്ഷമല്ല, 2-ലും 3-ലും. The Acts 1 has grown from Acts 1 to 2, 3, 4. കാര്യം അപ്പോസ്തലപ്രവൃത്തിയിൽ പ്രവചനം പറഞ്ഞ് 3000 പേര് സ്നാനപ്പെട്ടപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ മുടന്തൻ എണീറ്റ് ദേശത്തിൽ ഇളക്കിയിരിക്കുകയാണ്. Acts 2, 3,000 were baptized, and Acts 3, the lame got healed. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കാരാഗൃഹത്തിന്റെ അകത്തുനിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകത്തിലേക്ക് അവർ മൂവ് ചെയ്യാണ്. പിന്നത്തെ അധ്യായങ്ങളെല്ലാം Chapter 5 gets them out of the prison. കണ്ടോ, നമ്മുടെ സർക്കിളുകൾക്ക് വ്യത്യാസം വരുമ്പോൾ വളർച്ചയ്ക്കും വ്യത്യാസം വരണം. Then when the circles are changing, you should be changed in the growth as well. അപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വളരാൻ പറ്റുന്ന ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ, If you're not getting the food that you should grow, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഓടിപ്പോയി പ്രാർത്ഥിച്ചു, ഉടനെ സൗഖ്യം നടന്നില്ല, ഉടനെ അവിടെ നിൽക്കുന്നവരൊക്കെ പറയാം ആ കൃപയെല്ലാം പോയി എന്ന് പറയുന്നവരാ കൂടെ ഉള്ളതെങ്കിൽ, suppose you are surrounded by people who blame you if your prayer is not answered, അവിടെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷീണിച്ചു പോകും അല്ലേ? again you will get tired. എന്നാ സഹോദരി, അടുത്ത ലെവലിൽ കേട്ടോണം, സഹോദരി പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം നടക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്. കണ്ടോ, You should identify that there is a reason behind not happening. അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അഥവാ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആത്മ മനുഷ്യരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. You should identify the mistake or the mistake or whatever is not happening, and you should sit with the Lord. എന്തുകൊണ്ടത് നടക്കുന്നില്ല? Why it is not happening? അതിനാണ് പൗലോസ് പറഞ്ഞത്, നോക്കിക്കേ, നിങ്ങൾ ശക്തിപ്പെടുവിൻ. That is why Paul said, be strong. നിങ്ങളുടെ ആത്മ മനുഷ്യനെ കൂടുതൽ ബലപ്പെടുത്തുവിൻ. He said,
be strong in the spirit, ഒരു be ഒരു strong പ്ര- in the Lord. ഒരു പ്രവചനം നടക്കുന്നത് മാത്രമല്ല, ആ പ്രവചനം നടക്കാത്തത് എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം, ഒരു സൗഖ്യം നടക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് റിവീൽ ചെയ്തെടുക്കുവാൻ ആത്മമനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തുക. You should strengthen your spirit man to get it revealed why it is not happening, why your prayer is not answered. അവിടെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യനെ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്. That is where you have to train your inner man. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഓർത്തത്, പണ്ട് ഞാൻ നന്നായിട്ട് ദർശനം കാണുമായിരുന്നു, പണ്ട് ഞാൻ സ്വപ്നം കാണുമായിരുന്നു, വിഷൻസ് കാണുമായിരുന്നു, ഇപ്പൊ എനിക്കതില്ല. That is why you said, I had visions, I had dreams, I had prophecy, but now I don't have. എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ അതില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ വളരാഞ്ഞിട്ടാണ്. It's not because you don't have it, but you haven't grown. നോക്കിക്കേ, നിങ്ങൾ ഇനി വളരും തോറും നിങ്ങളുടെ ആത്മമനുഷ്യന് കൂടുതൽ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അന്തരീക്ഷം ചേഞ്ച് ആയി. The atmosphere has changed. കർത്താവ് തന്നിരിക്കുന്നത് സഭയിലെ വിശ്വാസിയോട് മാത്രം പറയാൻ വേണ്ടിയല്ല. God has not asked you to prophesy only to the പല church. വിഷയക്കാരിവിടെയുണ്ട്. Many people with many issues are there. നിങ്ങൾ നോക്കിയാൽ മതി, യേശു ഒരു മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കാഴ്ച പ്രാപിക്കുക എന്ന് യേശു പറഞ്ഞു. തിമയുടെ മകനായ ബർത്തിമായോട് പറഞ്ഞു, കാഴ്ച പ്രാപിക്കുക. He told Bartimaeus, have your sight. മറ്റൊരു വ്യക്തിയുടെ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടി ശീലോഹോമിൽ പോയി കഴുകാൻ പറഞ്ഞു. Another person, he spit on the soil and put it on his eyes and asked him to wash in Siloam. മറ്റൊരു വ്യക്തിക്ക് ആദ്യം പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിച്ചില്ല, രണ്ടാമത് അവനെ വീണ്ടും ടൗണിന്റെ പുറത്തിറക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. Another person, he prayed and first time he did not get healed. നോക്കിക്കേ, And then ഒരേ സൗഖ്യം 3 വ്യക്തികളിൽ 3 രീതിയിൽ കർത്താവ് ചെയ്തു. 3 types of healings, 3 people he did. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ലൈഫിലും ഇതേപോലെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. These kind of differences will be there in your life. ചിലപ്പോ as well. നിങ്ങൾ ഓടിപ്പോയി കൈവച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി പെട്ടെന്ന് സൗഖ്യമായിരിക്കും. Maybe you lay hands immediately, that person could heal. പെട്ടെന്ന് അതേ വ്യക്തിയുടെ അടുത്ത് പോയി അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് സൗഖ്യമായില്ല. Maybe the second person did not get immediate healing. മൂന്നാമത് സൗഖ്യമായില്ല. Third also did not get healed. അപ്പൊ കൃപ പോയെന്ന് പറയരുതേ. Don't say that you lost the grace. ഇത് ഗിഫ്റ്റ് ആണ്, ദാനമാണ്, ഇത് പോകത്തില്ല. It is a gift. It is പകരം free from the Lord. പകരം ആദ്യമുള്ള വ്യക്തിയെ പോലെയല്ല ഈ 2 വ്യക്തികളും. The first person is different from the second and third. അവർക്ക് എന്തോ ഒരു കാരണമുണ്ട് ഇത് സൗഖ്യം നടക്കാത്തതിന്റെ കാരണം. The second and third blind men had a reason for not receiving. കണ്ടോ, the healing. യേശു എന്ത് ചെയ്തില്ല, കണിയെ കൈവച്ച് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞില്ല, പകരം നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണി പുരട്ടി പോയി കഴുകാൻ പറഞ്ഞു. കണ്ടോ എന്തോരം പാടാ. The second person, Jesus did not say to be healed. He spit on the soil, put it on his eyes and asked him to wash in Siloam. കണ്ടോ? അപ്പൊ ചില സമയങ്ങളിൽ ചില വ്യക്തികളുടെ വിടുതലുകൾക്ക് ചില കാരണങ്ങളുണ്ട്. Some people do not get delivered because of some reason. ഇതിനെ ആക്സസ് ചെയ്യുവാൻ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം നിങ്ങൾ. കണ്ടോ? You should to access this problem, you should train your inner man. നോക്കിക്കേ, ഞാൻ ഉദാഹരണം പറയാം. രക്ഷിക്കപ്പെട്ട സമയത്ത് രാവും പകലും പ്രാർത്ഥനയല്ലായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 24 മണിക്കൂറും പ്രാർത്ഥനയല്ലായിരുന്നു. 24 hours. ആണോ അല്ലയോ? നിങ്ങൾ പറ. Didn't you pray 24 hours? പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ പ്രാർത്ഥന കുറഞ്ഞു. Afterwards, your prayer decreased. അന്ന് ബൈബിൾ വായിക്കാൻ കൊതിയായിരുന്നു, ഇപ്പൊ പയ്യെ കൊതി കുറഞ്ഞു. That times you had a hunger for the word. Now there is കണ്ടോ? no. ഇതൊക്കെ ഒരു കാരണപ്രിയരെ, വളർച്ചയ്ക്ക് ഒരു കാരണമായി. ഇതൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചില്ല നമ്മുടെ ശരീരം മെലിയുന്നത് പോലെ നിങ്ങളുടെ ആത്മ മനുഷ്യന് വളർച്ചയ്ക്ക് കുറവ് വരും. That it is like not eating enough to be strengthened. This all will diminish your growth. ഇത് നിങ്ങളുടെ കൃപാവരങ്ങൾക്കകത്ത് വ്യത്യാസങ്ങളെ ഇത് ബാധിക്കും. The level of your spiritual gifts will be affected by this. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇതിനെ എൻകറേജ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി പെടുക. You should attend to such churches or fellowships only where this spiritual gifts are respected. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചെന്നപ്പോഴേക്കും ശൗലും പ്രവചിച്ചു. കണ്ടോ? Saul also prophesied when he was among the prophets. നമുക്കറിയാം, പിന്നെ ശൗല് പ്രവചിച്ചായിട്ട് ബൈബിളിൽ ഇല്ല. Then afterwards there is no mention of his prophecy. അതിന്റെ അർത്ഥം ശൗലിന്റെ കൂട്ടിച്ചിരി വ്യത്യാസം വന്നു. കണ്ടോ? That because his style changed.
കണ്ടോ? അപ്പൊ ആ കൂട്ട് ശൗലിനെ ഒരു പ്രവാചകനാക്കിയെങ്കിൽ ആ കൂട്ടിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവന്റെ പഴയ പ്രവചനം അല്ലെങ്കിൽ ഇന്നലകളിൽ പറഞ്ഞതുപോലെ അവനെ പറ്റി ആരും അവിടെ പിന്നെ പറഞ്ഞില്ല. When he was in the company of prophets, he prophesied. But then when his company changed, he didn't prophesy. Nobody അപ്പൊ said his prophecy. വളർച്ചയ്ക്ക് ഒരു അന്തരീക്ഷം ഒരു പ്രധാന ഘടകമാണ്. So the atmosphere for growth is a requisite. രണ്ട്, നിങ്ങൾ ആത്മാവിൽ ശക്തിപ്പെടണം. You should be strong in the spirit. നമ്മൾ കഴിഞ്ഞ ദിവസം അന്യഭാഷാ പ്രാർത്ഥനയ്ക്കകത്ത് നിരന്തരമായിട്ട് തുടർമാനമായിട്ട് പോയപ്പോൾ നിങ്ങൾ തന്നെ പ്രവചിച്ചത് കണ്ടോ? Do you remember when we were in tongues prayer? You ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തു, നിങ്ങൾ ആത്മാവിൽ അതിനെ കാണുക എന്ന് പറഞ്ഞ് നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി അല്ലേ? I encouraged you to forcefully say things. നിങ്ങൾ അപ്പൊ ഞാനത് ഫോഴ്സ് ചെയ്തപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ അതൊരു ബലമായി മാറി. When I forced you, inner man got strengthened. നിങ്ങൾ രോഗികളെ കഴിഞ്ഞ ദിവസം സൗഖ്യമാക്കി പ്രിയരെ, നമ്മൾ കണ്ടായിരുന്നു ലൈവായിട്ട് അല്ലേ? You healed the sick. കണ്ടോ? എന്തുകൊണ്ടാണ് ഇന്നത് ചെയ്യാൻ പറ്റാത്തത്? തുടർച്ചയായിട്ട് അത് ചെയ്യുക. Why we can't do it today? Continuously do it. നിങ്ങൾ അതിൽ ബലപ്പെടുക, ഓരോ ദിവസവും ശക്തിപ്പെടുക. Be strengthened in the healing power. കാര്യം യെരുശലേമിന്റെ അകത്തു നിന്നും ഓരോ പഞ്ചായത്തും കവർ ചെയ്ത് ശിഷ്യന്മാര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. From Jerusalem, they covered different places and they grew. അപ്പൊ നിങ്ങൾക്ക് ശക്തി ഇന്നലകളിൽ പറഞ്ഞ പ്രവചനവുമായിട്ട് പിന്നെ ഇരിക്കരുത്. Don't stay in the prophecy that you said ഇതിൽ yesterday. വളരുക. Grow. അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്, ബ്രദറെ എനിക്ക് ഇന്നലെ പറ്റുമായിരുന്നു, ഇന്ന് അതിന്റെ അർത്ഥം ഇന്നും പഴയത് പിടിച്ചോണ്ടിരിക്കുക നമ്മള്. That is why you say yesterday I could, now I am not able to. You are still holding on to the old. വളരുക. Grow. വളരുന്ന ഇടങ്ങളിലേക്ക് പോകുക. Grow. Go only to places where you grow. ഇല്ലെങ്കിൽ നിങ്ങൾ മുരടിച്ചു പോകും. Otherwise you will be your growth will be നിങ്ങൾ diminished. കരഞ്ഞോണ്ടേയിരിക്കും. You will keep trying. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ രോഗികളും, എല്ലാ തകർന്നവരും, എല്ലാ നിരാശയിലും കടന്നു പോകുന്നവരുമേ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവെ, നന്ദി പരിശുദ്ധാത്മാവെ. കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ എന്നോട് അങ്ങ് സംസാരിക്കും. എൻ്റെ കർത്താവെ അങ്ങ് എന്നോട് സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കും. ബോബ റല ഭഗ സാമ നാശ ലാബ സൈറ്റ് പൗറൊക്കേന ഫാറ സീറ്റ ലാബ റാബ ഷെയ്മ ഖാന ഫാറ ഖാബ ഖാറ ബസ റീക ഷാക ലാക റാക ബസ ടേരി കാമ സോഫ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ബൈജു എന്നൊരു പേരും ഓഗസ്റ്റ് 29 എന്ന് പറയുന്ന ഒരു ഡേറ്റും എന്റെ മനസ്സിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. I'm getting a name Baiju at August 29th. ഇന്ന് കർത്താവ് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സ്പർശനത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. God is going to touch that family today. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. Great wonder of the Lord is going to happen. ഇന്നത് ഏത് ഭവനത്തിന്റെ അകത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ, Whichever is that house is, ഇന്ന് കർത്താവ് അവിടെ സ്പർശിക്കാൻ വേണ്ടി പോവാ. God is going to touch that house. ലോർഡ് ജീസസ്, ആ ഭവനത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ. The atmosphere in that house is going to be changed. ഇന്ന് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അത്, Whoever is Baiju on 29th August, ഇന്ന് ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുവാൻ say amen and receive it. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാ. Lord's mighty hand is being revealed. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. I release it in Jesus' ആ name. ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ? അതെ ബ്രദറെ, ഞങ്ങളുടെ സണ്ണിന്റെ ആണ് ബൈജു. ആ, ഈ പറഞ്ഞ ഡേറ്റ് പാട്ടല്ലേ? അപ്പൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാണ്. അതിന്റെ ഡേറ്റ് ഓഗസ്റ്റ് എനിക്കറിയില്ല. ആ, അതൊന്ന് അന്വേഷിക്കുക കേട്ടോ. He had undergone some surgery. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ പ്രവർത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാ. The works of the Lord. എല്ലാരും പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഉറോബ ശല കമന സ്പെറ്റേരിയ റതൂഷ ബെകേന ഫറബന റഖീസി ഫെഡാബിയ ഓ റീബ റബ ശകലറി മനസക്കേനിയാന്തിരി. ഹല്ലേലൂയ. നീക്കോബാറക്കസിയ. ഈ റൂബി എന്ന് പറയുന്ന ഒരു പേര് എന്റെ മനസ്സിലേക്ക് വരും. റൂബിയുമായിട്ട് ബന്ധപ്പെട്ട്
സെനഫാർ Anybody അൽ related to Ruby? റൂബി. റൂബിയുമായിട്ട് ബന്ധപ്പെട്ടത് ആര്? ബ്രദറെ റൂബി. റിബി ആണോ? റിബി ആണോ? റൂബി, RUBY, റൂബി. വൈ ആണോ ഐ ആണോ കരുത്തില്ല. റൂബിയുടെ സ്പെല്ലിങ് റൂബി എന്നുള്ള പേര്. അമ്മയുടെ പേര് റൂബി എന്നാണ്. അമ്മയുടെ പേര് റൂബി. ഓക്കെ. എന്റെ നാത്തൂന്റെ പേര് റൂബി എന്നാണ്. ഒരു മിനിറ്റ്, ഞാൻ പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ എന്റെ ചേട്ടത്തിയുടെ മരുമോള് റൂബിയ. ഞാനൊരു ഞാൻ കേട്ടെ, ഒരു കണ്ണാടി വെച്ച ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ആ ഹോളിൽ കാണുക. I'm seeing a person's photo with eyeglasses on that room. ഈ റൂബിയുടെ ഭവനത്തിലാണ് ഞാൻ കാണുന്നത്. I'm seeing this photo in Ruby's house. അത് ആരുടെ ഫോട്ടോ ഏത്? റൂബിയുടെ ഹസ്ബൻഡ് കണ്ണാടി വെച്ച ഫോട്ടോ എവിടെയുണ്ടോ ചോദിക്കണം, ഇവിടെ ഇല്ല ആള്. ഓക്കെ. കണ്ണാടി വെച്ച ഫോട്ടോ ഇരിക്കുന്ന റൂബിയുടെ ഭവനം ചോദിക്കുക. There's a person with eyeglasses in Ruby's house. ബ്രദറെ റൂബി നമ്മുടെ അനിലിന്റെ ഭാര്യയാണ്. നമ്മുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള് തന്ന ആ പയ്യന്റെ, അവർക്ക് കുഞ്ഞുങ്ങളില്ല, നമ്മുടെ ഇതിനകത്ത് വരുന്നതാണ്, പ്രാർത്ഥന വരുന്നതാ. പിന്നെ അതിന്റെ അമ്മാവിയപ്പന്റെ ഫോട്ടോ കണ്ണാടി വെച്ചത് ഹാളിൽ തന്നെ വെച്ചിരിപ്പുണ്ട്. ആ പടിഞ്ഞാറ് സൈഡിലായിട്ട് വലിയ ഫോട്ടോ ഹോളി വെച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവിന്റെ ഈ റൂബി എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാർത്ഥനയ്ക്ക്. There's a person called Anil and his wife is Ruby and their father is with specs and that photo is in the room. ഇന്ന് കർത്താവ് അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോവാ. God is going to visit that place today. ഏറ്റെടുത്തോളം പറ കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് വെളിപ്പെടും. Let them take this prophecy and Thank you. God's great hand is going to work. Thank you, Holy Spirit. ദൈവം അനുവദിച്ച നമുക്ക് പത്തനംതിട്ടയില് 29-ാം തീയതി ഡേറ്റ് കൺഫേം അല്ലെങ്കിൽ ഞാൻ അങ്ങ് റഫായിട്ട് അങ്ങ് പറയുകയാണ്. ചിലപ്പോഴാണെങ്കിൽ 29-ാം തീയതി ഓഗസ്റ്റ് മാസം 29-ന് പത്തനംതിട്ടയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ പ്രയർ വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കുറിച്ച് വെച്ചോണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. 29 പത്തനംതിട്ടയിൽ. Prayer station in Pathanamthitta, Kerala on August 29th. If there is any change in the date, I'll let you know. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വലിയ കൃപ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ എന്നുള്ളതിൽ പറഞ്ഞ നിർമ്മല എന്ന് പറയുന്ന വ്യക്തിയുടെ ആൺ തലമുറയുടെ മേൽ കർത്താവിന്റെ സ്പർശനം വെളിപ്പെടുകയാണ്. God is going to touch Nirmala's son. ഞാൻ ആ തലമുറയുടെ മേൽ ജനുവരി എന്നൊരു മാസം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. I see on that son the month of January. ആരാണോ ആൺ തലമുറയുള്ള നിർമ്മലയുടെ കുടുംബം, ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാ. God's work is going to be revealed on son of Nirmala. കേട്ടില്ല? ആരാ? നിർമ്മല എന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരാൺകുട്ടിയാ. ഈ ജനുവരി ആയിട്ട് തന്നെ അവന് കണക്ഷൻ. ജനുവരി ഞാൻ ജനിച്ചതാ. മനസ്സിലായില്ല. ജനുവരി മാസത്തിൽ ഞാൻ ജനിച്ചതാ. ഈ നിർമ്മല ആരാ? നിർമ്മല എന്റെ ചേച്ചിക്ക് ഒരു മോനാ. സിസ്റ്ററാണ്. ഓക്കെ, ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു മോനുണ്ട്, ഒരാൺ തലമുറയുണ്ട്. അപ്പൊ ജനുവരി ആയിട്ട് എന്നാ കണക്ഷൻ? ജനുവരി ഞാൻ ജനിച്ചതാ ബ്രദറെ. സിസ്റ്റർ ജനിച്ചതാ ജനുവരിയില്. അതെ. ലോർഡ് ജീസസ്. കർത്താവ് ഞാൻ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതമാക്കി പ്രാർത്ഥിച്ചോണേ. അവനെ വേണ്ടി പ്രാർത്ഥിച്ചോണം. ദുഷ്ടൻ അവനെ കവരുവാൻ നോക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് അവനെ പിടിച്ചെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൈവം അവനെ യേശുവിന്റെ സാക്ഷിയാക്കി മാറ്റും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ബ്രദറെ. റൂബി ഇപ്പൊ വിളിച്ച റൂബിക്ക് ഈ സബ്കോയി ജോലി ഉണ്ടായിരുന്നു. ഇന്ന് എന്തോ അവിടെ പ്രശ്നമായി. ആകപ്പാട് ഭയങ്കര പ്രശ്നങ്ങള്. അങ്ങനെ
അവിടുന്ന് വിടാതെ നിർത്തിയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ കേട്ടത് കൊണ്ടാണ് പറഞ്ഞത്, ബ്രദറിനോടൊന്ന് പറ അവിടുന്ന് വിളിക്കാൻ ഒക്കുന്നില്ല എന്ന്. Yeah, ജോലിക്ക് Ruby called എന്തോ just now. പ്രശ്നങ്ങളുണ്ട്. സാറില്ല Wherever Ruby is working, there was a commotion, and she called just now, and she heard the prophecy, and she asked for prayer. റൂബിയോട് പറയണം, കർത്താവിന്റെ സാക്ഷിയാക്കി റൂബിനെ മാറ്റാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ അത്ഭുതകരം God is ഇത് going to make വെളിപ്പെടും her a കേട്ടോ. witness. ആമേൻ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തൂബാറാക് ഫിനിയ ലസ്പെറ്റ ഷകബാ റകദ ഫെലസിയാന്തേരി മകാറാസിയാന്തേരി. യേശുവിന്റെ നാമത്തിൽ ലോസിനി ബറി ഷിനാഥിരിയാന്തരി. ഞാനൊരു എന്റെ മനസ്സിലേക്ക് ഒരു പേര് വെളിപ്പെടുവാണ്. ഷിനി എന്നൊരു പേര്, SHINI, ഷിനി എന്നൊരു പേര് എന്റെ മനസ്സിലേക്ക് I'm വെളിപ്പെടുക. getting a name Shini inside. ഷിനി. സഹോദരങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്ത്. I'm getting a name Shini in my heart. ഷിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടോണ്ടിരിക്കുക. ഷിനി. I'm seeing a person Shini. എനിക്ക് ഷിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. I have an urge to pray for Shini. പറഞ്ഞോ. ഷൈനി എന്നാ എന്റെ പേരാണത്. അല്ല, ഷിനി സിസ്റ്ററെ, SHINI, ഷിനി. ഷിനി എന്നുള്ള പേര്, ഷൈനി അല്ല, ഷിനി. ഞാൻ അങ്ങനെ തന്നെയാ ബ്രദർ എഴുതുന്നത്. ഓ സിസ്റ്റർ, സ്പെല്ലിംഗ് അതാണ്. അതെ. SHINI, Y അല്ല, I, ഷിനി. അങ്ങനെ അങ്ങനെയാണ്. അതെ. ഓക്കെ. ഇന്ന് ഷിനിക്ക് വേണ്ടി ഞാൻ സിസ്റ്ററെ, എനിക്കറിയാം ട്രാൻസ്ലേഷൻ നമുക്ക് സമയത്തിന്റെ വ്യത്യാസമുണ്ട്, പക്ഷേ നമുക്ക് മലയാളം അറിയാത്ത പല ആളുകൾ ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലല്ല, ചില ആൾക്കാർക്ക് ട്രാൻസ്ലേഷൻ വരുമ്പം സമയത്തിന് മീൻസ് ടൈം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അവർക്ക് കൂടെ നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ഓടിക്കോട്ടെ. അല്ല, ഞാൻ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, സഹോദരങ്ങളെ നമ്മൾ അവരും കൂടെ കാര്യം ദൈവാത്മാവ് കുറച്ചാളും പറഞ്ഞായിരുന്നു മൾട്ടി കൾച്ചർ അനോയിന്റിങ്ങിനെ പകരുമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് അതനുസരിച്ച് കർത്താവ് പല ആൾക്കാരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ അതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും വിവിധ ഭാഷക്കാരുണ്ട്. അവർക്കത് മനസ്സിലാകണമെങ്കിൽ മറ്റൊരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഷബല കസിയാന്തിരി നാഖുറാലബാസിയാന്തിരി. ഞാൻ 2016 ഒരു വർഷം കാണിച്ചിട്ട് ഷാർജയിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. 2016 ഷാർജ. ഞാൻ ജെ എന്ന് പറയുന്ന ഒരു അക്ഷരം ഹൈലൈറ്റ് ചെയ്ത് കാണുക. 2016 I'm seeing a person in Sharjah and the letter J I'm seeing. ജെ എന്ന് പറയുന്ന ഒരു അക്ഷരം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുക. J is highlighted. I'm seeing a J and God is asking me to pray for him. ബ്രദറെ, എന്റെ മോൻ 2016 പോയത് ഷാർജയില്. അവന്റെ പേരെന്തുവാ? ജീസ്മോൻ എന്നാണ്, ജോസഫ് എന്നാണ് പേര്. അവന്റെ പേര് ജോസഫ് എന്നാണോ ജിസ്മോൻ എന്നാണോ? ജീസ്മോൻ എന്ന് വീട്ടിൽ വിളിക്കുന്നത്, ജോസഫ് എന്നാണ് ഒഫീഷ്യൽ പേര്. 2016 അവൻ ഷാർജയിലായിരുന്നോ? ഷാർജയില് ജോലിക്ക് പോയി. ഇപ്പോഴും അവിടെ തന്നെയാണോ അതോ? ഇപ്പം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. താമസിക്കുന്ന ഷാർജയിലാണ്. ഷാർജയില. ഈ 2016 അവന്റെ കൂടെ കൂടിയ ഒരു ദുരാത്മ ശക്തി ഇപ്പോൾ അവന്റെ മേളിൽ നിന്ന് ഇറങ്ങി മാറാൻ വേണ്ടി പോവാ. അവന്റെ പാതി വഴിയിൽ അവന്റെ ലൈഫിനെ ഈ വരുന്ന സമയങ്ങളിൽ ബ്ലോക്ക് ചെയ്ത് അവനെ ഒന്നുമില്ലാത്തവനായി മറിക്കാൻ നോക്കുന്നതിനെ എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് 2016 അവൻ പോയത് സിസ്റ്ററെ. അതെ 2016 പോയത് ഷാർജയിലാണ് പോയത് അല്ലേ? ഷാർജയില് അങ്കിളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവിടെ നിന്നാണ് ജോലി കയറുന്നത്. അവന്റെ പേരിന്റെ ആരംഭം ജയിൽ ആരംഭിക്കുന്നത് അല്ലേ? രണ്ടുപേരും ജയിലാണ് ആരംഭിക്കുന്നത്. ഒരു മോനേ ഉള്ളു എനിക്ക്. ഒരു മോനേ ഉള്ളൂ. അവന്റെ പേര് ജയിൽ ആരംഭിക്കുന്നത് അല്ലേ? ജോസഫ് എന്നാണ് പേര്. ഒഫീഷ്യൽ പേര് ജോസഫ്, വീട്ടിൽ ജീസ്മോൻ എന്ന് വിളിക്കും. ഒഫീഷ്യൽ പേര് അപ്പൊ എനിക്ക് ജയ കണ്ടത്. ഈ ഡബിൾ നെയിം വന്നുകൊണ്ടായിരിക്കാം അത് അങ്ങനെ വന്നത്. എന്നുള്ളത് കർത്താവ് പറയുന്നത് അവന്റെ കൂടെ കൂടിയതിനെ ഇന്ന് കർത്താവ് എടുത്ത് ബ്രേക്ക് ചെയ്യാണ്. അവൻ മുന്നോട്ട് വളരും കേട്ടോ. ഓ ലാബാറസിയാൻ ചില
ഏതാ? ഒരുപാട് കഷ്ടത്തിലും പ്രയാസത്തിലും വളരെ പറയാൻ പറ്റാത്ത വിധ കണ്ടോ സാഹചര്യത്തിലായിരുന്നു. കണ്ടോ അവനെ ഈ അവിടുന്ന് നിമിഷം ചാടിക്കുക എന്നുള്ള നന്മ അവിടുന്ന് പ്രാപിക്കാതെ അവിടുന്ന് തള്ളി വിടുക എന്നുള്ള പിശാചിന്റെ ആഗ്രഹം ഈ ദിവസങ്ങളിൽ അവൻ ഫുൾഫിൽ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കർത്താവ് പറയുന്നു ഇന്ന് അവന്റെ പ്ലാൻ തകരുക. ഓ യേശുവേ, ആമേൻ. അവന്റെ Lord is ലൈഫിൽ destroying the ബ്രേക്ക് evil ത്രൂ touch. ഉണ്ടാവുക. He'll ആമേൻ. get the സ്തോത്രം. breakthrough. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ്തോത്രം സ്തോത്രം. റിലീസ് ദ അനോയിന്റിങ്, റിലീസ് ദ പവർ. അവൻ ഡെലിവറൻസ് ആയിട്ട് അവനിൽ ഡെലിവറൻസ് സംഭവിക്കട്ടെ. ലോർഡ് He ജീസസ്. is getting deliverance today. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങളെ ജ്വലിച്ചവരെ, കൃപാവരങ്ങളിൽ തുറന്നു വന്നവരെ, നിങ്ങൾ ഈ ശുശ്രൂഷകളെ വളരെ ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അതിൽ കർത്താവിൽ ഉപയോഗിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഷലഖമനസിറ്റേരിയ. നിങ്ങൾക്ക് അനേക ജാതികളോട് സുവിശേഷം പറയാനുള്ളവർ. ആ ട്രാൻസ്ലേറ്റിലും കുഴപ്പമില്ല സിസ്റ്ററെ. താങ്ക് യു അല്ല, ഹോളി സ്പിരിറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. My Raju is known as JP. Okay, അവരുടെ ഒഫീഷ്യൽ ഇൻഡസ്ട്രിയിൽ അറിയുന്ന നെയിം JP എന്നാണ്. അപ്പൊ 2016 ഞങ്ങൾക്ക് ഷാർജയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ വെരി ടഫ് ടൈംസ് ആൻഡ് ടഫ് കസ്റ്റമർ ആൻഡ് ബട്ട് സംഹൗ നമ്മൾ നന്നായിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ഒക്കെ ചെയ്ത് 2017-18 അല്ല ഒക്കെ സിസ്റ്ററെ, ആയപ്പോഴാണ് പേര് ഒഫീഷ്യൽ പേര് ജയിലാണ്. ഒഫീഷ്യൽ പേര് തുടങ്ങുന്നത്. ഒഫീഷ്യലി he is known as JP. അല്ല, ഇദ്ദേഹത്തിന്റെ പേര് ജയിലാണ് ആരംഭിക്കുന്നത്. അതെ JP എന്നാണ്. എന്നാൽ അത് ഏറ്റെടുത്ത് ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഏറ്റെടുത്തു കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ അതൊരു ഡെലിവറൻസ് ആയി തീരട്ടെ. ലോർഡ് ജീസസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആളാ അത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇല്ല, ഇപ്പോഴില്ല. അതാ ഞാൻ ചോദിച്ചത്, അവിടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞത്. നിൽക്കുന്ന ആളാണ്. മോനെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഷാർജയിലാണ്. ഷാർജ തന്നെ. അതാ ഞാൻ ചോദിച്ചത് എടുത്ത് കേട്ടോ. ഒരുപാട് കഷ്ടമായിരുന്നു. ബ്രദറെ ഇടയ്ക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ വിളിച്ചിട്ടുള്ളതാ. ഇടയ്ക്ക് വിളിച്ചിരുന്നു. ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പോയ വർഷം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ബ്രദറിനോടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ പറ്റാത്ത അവസരം വരുമ്പോ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോനെ വിളിച്ച അതെ മോനെ വേണ്ടി കാര്യം ഞാൻ എടുത്ത് ചോദിച്ചത് അവൻ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞ സമയത്ത് അവൻ പോയ വർഷമോ അവന്റെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കൺഫേം ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ആലോചന വരുമ്പോ നമ്മൾ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ലോർഡ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പെടലിയുടെ താഴോട്ട് ആ ഭാഗങ്ങളിൽ അസ്ഥിയുടെ അവിടെ വേദനയുള്ള ആരെങ്കിലും ഉണ്ടോ? പെടലിയുടെ താഴോട്ട് ആ ബോർഡുകൾക്കും കയ്യിലോട്ടൊക്കെ പോകുന്ന ഭാഗങ്ങളിൽ വേദനയുള്ളവര് ഉണ്ട്. ഒന്ന് കരമെടുത്ത് വെക്കാവോ? കൈ പൊക്കാൻ പോലും വയ്യ, പുറകോട്ട് എടുക്കാൻ. ഒന്ന് കൈ വെച്ച് ആ പൊക്കാൻ പറ്റുന്ന കൈ അവിടെ വെച്ചിട്ട് ആ പൊക്കാൻ പറ്റുന്ന കൈ, ഇനി രണ്ട് കൈയും വേദന ഉള്ളവരാണെങ്കിൽ ആ സ്വന്തം ശരീരത്തിലോട്ടൊന്ന് കൈ എടുത്ത് വെച്ച് നിങ്ങൾ മ്യൂട്ട് ആക്കരുത്. ഇപ്പൊ നിങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട, മൗനമായിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് ഹൃദയത്തിൽ പറഞ്ഞ കർത്താവ് യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗത്തെ വഹിച്ചതാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തും കുഴപ്പമില്ല. പ്രയറെ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ ആ രോഗത്തിന്റെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വേദനകളുടെ ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കാര്യം എടുത്ത് വെച്ചവിടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദ പവർ ഇപ്പോൾ മൂവ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുതം മൂവ് ചെയ്യുന്നു. കർത്താവിന്റെ സൗഖ്യം മൂവ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രോഗശക്തി പിടിച്ചു കെട്ടുന്നു. ഓ ലോർഡ്, ആ വേദനകൾ വേരോടെ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നപ്പാ. ഓ യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ പ്രിയമക്കൾക്ക് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. അങ്ങ് അവരെ തൊടുന്നല്ലോ, അങ്ങ് അവരെ വിടുവിക്കുന്നല്ലോ, അങ്ങ് അവരുടെ മേൽ അത്ഭുതത്തെ ചെയ്യുന്നല്ലോ. അപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സോഖറാലിയാന്തരി. ഓ യേശുവിന്റെ നാമയുടെ അധികാരത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. ആമേൻ ആമേൻ. ഒരു തീ അവിടെ കത്തട്ടെ അഭിഷേകത്തിന്റെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ സഹോദരങ്ങളെ?
ഒന്ന് മ്യൂട്ട് മാറ്റി ചെക്ക് ചെയ്തേ. ആ പെടലി തിരിച്ചും മറിച്ചും നോക്കിക്കേ. എന്തുവാ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താ അവിടെ വ്യത്യാസം ഉണ്ടായത്? After prayer, do you have any change in that place where you had എന്തുവാ pain പറ്റിയത്? earlier? What happened? പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. The people who has prayed, unmute yourself and speak. പ്രാർത്ഥിച്ചായിരുന്നോ? നിങ്ങൾ കൈവച്ചായിരുന്നോ? Had you prayed? എന്താ നിങ്ങളുടെ അകത്ത് വ്യത്യാസം വന്നത് അവിടെ? Is there any change? കൈയുടെ തോള് ഇത്തിരി വേദന കുറവുണ്ട്. ഇപ്പൊ വേദന കുറവുണ്ട്. Pain is reduced in the shoulders. എന്റെ പെടലിയുടെ വേദന, പെടലിക്ക് താഴോട്ടുള്ള അസ്ഥിക്കായിരുന്നു വേദന. അതിനിപ്പോ കുറവുണ്ട്, സൗഖ്യമുണ്ട്. പക്ഷെ രണ്ട് കൈക്കും നല്ല വേദനയുണ്ട്. കയ്യിലോട്ട് വേദന ഇറങ്ങിയത്, ആ വേദന ഇപ്പോഴും ഉണ്ട് രണ്ട് കൈക്കും. അതായത് പെടലിക്ക് നേരത്തെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറവുണ്ടെന്നാണോ മാറിയതാണോ? അത് മാറിയിട്ടുണ്ട്. പെടലിയുടെ വേദനയായിരുന്നു വെളിപ്പെട്ടത്, ഇപ്പൊ അവിടെ വേദന ഇല്ല. Pain in the neck is released, healed now. ആ കൈയുടെ വേദന നിക്കട്ടെ, ഇപ്പൊ ഞാൻ വരുന്നത്. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും അവിടെ സൗഖ്യം പ്രാപിച്ചവരുണ്ടോ? കുറവുണ്ട് ബ്രദർ. കുറവേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മാറിയില്ല. ഇല്ല, പൂർണ്ണമായിട്ട് മാറിയില്ല, കുറവുണ്ട്. അതായത് അത്രയും നേരം ഉണ്ടായിരുന്ന വേദന കുറഞ്ഞു. അപ്പൊ സൗഖ്യം പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. Some pain is reduced, so healing started. അടുത്തയാള് ചെക്ക് ചെയ്തേ. എന്തുവാ വ്യത്യാസം? പെടലി തിരിച്ചു നോക്കിക്കേ. പെടലി തിരിച്ചു നോക്കിയേ. മറ്റാർക്കും മാറ്റം വന്നില്ല. Anybody who has changed? രണ്ടുപേർക്കേ മാറ്റം വന്നുള്ളൂ. ആണോ അല്ലയോ? നിങ്ങൾ മ്യൂട്ട് മാറ്റുന്നത് മിണ്ടുന്നില്ല. Only 2 people got healed. ബാക്കി ആൾക്കാർ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതാണോ മിണ്ടാതിരിക്കുന്നതാണോ? The other people are not able to unmute, or are you not speaking? കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യുക. ആ കൈയെടുത്ത് വീണ്ടും വെച്ച് ആ സൗഖ്യമായ സഹോദരി വെക്കണ്ട. ആ കുറവുണ്ടെന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞവര്. Whoever is not completely healed, lay your hands again. സഹോദരി പോയോ? കൈവച്ചു ബ്രദർ, വെച്ചു. ഓക്കെ, കൈവച്ചു. ആ സൗഖ്യമാകാത്തവരും കൈയെടുത്ത് വെച്ച്. Those who haven't healed, lay your hands. ആ രണ്ട് കൈക്കും വേദന തന്ന സഹോദരി പ്രാർത്ഥിച്ച് എന്റെ കൂടെ ഒന്ന് പറയാവോ? എന്റെ കർത്താവായ യേശു എന്റെ രോഗത്തെ വഹിച്ചതാന്ന് പറഞ്ഞ്. Jesus bore my sickness. Repeat after me. എന്റെ കർത്താവ് എന്റെ വേദന എനിക്ക് വേണ്ടി ചുമതാന്ന് പറഞ്ഞ്. Jesus bore the pain for me. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറ. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാന്ന് പറ. ഒരു രോഗത്തിന് എന്റെ മേലെ അവകാശമില്ലെന്ന് പറഞ്ഞേ. ഉറക്കെ പറ. ഒരു വേദനയ്ക്കും എന്റെ മേലെ അവകാശമില്ലെന്ന് പറ. ഇപ്പൊ ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരെല്ലാം കൈവച്ച് വലിയൊരു പകർച്ച വരാൻ പോവാ. Every sick people lay hands. വേദനയുള്ളവരെല്ലാം കൈവച്ചു യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും കൽപ്പിച്ച് യേശുവിന്റെ അധികാരം ഒന്ന് കൽപ്പിച്ച് ആ അധികാരത്തെ ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുന്നില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ശക്തി അങ്ങോട്ട് വ്യാപരിക്കുകയാണ്. ആ വേദനയോട് ഗുഡ് ബൈ പറ. യേശുവിന്റെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവിന്റെ വേദനയ്ക്ക് വില കൊടുത്തതാണ്. രോഗപിശാചേ, രോഗബന്ധനവേ, രോഗത്തിന്റെ ദുരാത്മാവേ ഇറങ്ങാ ശരീരത്തിൽ നിന്ന്. ഹീലിംഗ് പവർ ഇസ് മൂവിംഗ്. യേശുവിന്റെ മുറിവെന്റെ ആരോഗ്യമാ. യേശുവിന്റെ മുറിവെന്റെ സൗഖ്യമാ. യേശുവിന്റെ മുറിവെന്റെ ആരോഗ്യമാ. സകല വേദനക്കാരും, സകല ദീനക്കാരും, സകല
രോഗികളും കൈവച്ച്, യേശുവേ അങ്ങയുടെ അത്ഭുത കരം എന്റെ മേൽ വ്യാപരിക്കുന്നു. എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ വേദന യേശു ചുമന്നതാ, എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ വേദന യേശു ചുമന്നതാ. പുതിയ അവയവങ്ങൾ ക്ലെയിം ചെയ്തെടുത്ത് സ്വീകരിച്ച് ആമേൻ പറഞ്ഞ് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ. The power of the healing is moving. The power of the healing is moving in your body in the name of Jesus. Healing in the name of Jesus. ശക്തി ഏറ്റെടുത്ത്. Hallelujah, hallelujah, hallelujah. Lamakara la sikola bara sianderi. Shalakiba nasufara ke sianderi gamana. മതി സഹോദരങ്ങളെ, ഒന്ന് ചെക്ക് ചെയ്തേ. Check it again now. Check it again. ചെക്ക് ചെയ്തേ. Check it again. മതി പ്രാർത്ഥിച്ചു മതി. ശ്രദ്ധിച്ച് ഇനി നോക്കി എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, എന്നാ വ്യത്യാസം? Is there any change? പ്രാർത്ഥിച്ച പറഞ്ഞു. പൂർണ്ണ സൗഖ്യം, രണ്ട് കൈക്കും പൂർണ്ണമായ സൗഖ്യമുണ്ട്. അതായത് പെടലിക്ക് ആദ്യം സൗഖ്യമായി, കൈക്ക് വേദന മാറിയിട്ടില്ലായിരുന്നു. Sister got healed in the neck and 2 hands. ഇത് വലിയൊരു അത്ഭുതമാണ്. നോക്കിക്കേ, സഹോദരിക്ക് ദൈവാത്മ വെളിപ്പെടുത്തി പെടലി അവിടുത്തെ എല്ല് സൗഖ്യമാണെന്ന് പറഞ്ഞു, അത് മാറി. കൈക്ക് വേദന ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന കൈയും പൂർണ്ണ സൗഖ്യമായി. രണ്ട് കൈക്കും പൂർണ്ണ സൗഖ്യം. കണ്ടോ യേശുവിന്റെ നാമത്തിൽ? കണ്ടോ പ്രിയരെ? അടുത്തയാൾ ചെക്ക് ചെയ്ത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൗഖ്യം നിങ്ങളുടെ അവകാശ പ്രിയരെ. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തത് നമ്മൾ രോഗിയായിരിക്കാനല്ല, ദാരിദ്ര്യത്തിലിരിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിൽ വാഴാൻ വേണ്ടിയാ. അടുത്തയാൾ ചെക്ക് ചെയ്ത്. ഒരു മിനിറ്റ് പറഞ്ഞു. എന്നാ പറ്റിയതായിരുന്നു? കൈക്ക് വേദനയായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ എന്നാ പറ്റി? സൗഖ്യം വന്നു. ഇപ്പൊ വേദന ഇല്ല. വേദന ഇല്ല സിസ്റ്റർ. വേദന ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? വേദനയില്ല, സൗഖ്യമായി. നന്ദി യേശുവേ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലെഫ്റ്റ് കൈക്ക് ഭയങ്കര വേദനയായിരുന്നേ. ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് നല്ലപോലെ പരിപൂർണ്ണ വിടുതൽ തന്നു. ഞാനിങ്ങനെ തെറ്റിദ്ധര പൊക്കും എടുക്കുകയും ചെയ്ത് നോക്കുമായിരുന്നു. കുറഞ്ഞു, നല്ലപോലെ കുറഞ്ഞെന്നാണോ സൗഖ്യമായെന്നാണോ? നല്ലപോലെ കുറഞ്ഞു, സൗഖ്യമായി. ദൈവത്തിന് 1000 നന്ദി. പാസ്റ്ററിനും നന്ദി. മഹത്വം എല്ലാം കർത്താവിനുള്ളത് സിസ്റ്റർ, എനിക്കില്ല. കർത്താവിന് മഹത്വം. സൗഖ്യമാക്കിയ കർത്താവിന്. ആമേൻ. പറഞ്ഞു. നേരത്തെ തോൾ വേദന കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിപ്പോ പൂർണ്ണമായി കുഴപ്പമില്ല. കൈ പൂർണ്ണമായി പൊക്കേം ചാക്കേം ചെയ്യാൻ വേദന. കണ്ടോ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച കൃപാബലങ്ങൾ ഉപയോഗിക്കുന്നവരെ ആദ്യം പ്രാർത്ഥിച്ച സൗകര്യക്ക് മാറ്റം ഉണ്ടായിരുന്നോ? കുറവുണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ എനിക്ക് പൂർണ്ണ സൗഖ്യം. കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചിട്ട് കുറഞ്ഞു, സൗഖ്യം സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ആ ശക്തി അവിടെ വെളിപ്പെട്ടു. ഇപ്പൊ പൂർണ്ണ വിടുതലുണ്ടായി അല്ലേ? Listen now. She was touched in the first place. The pain reduced. Now it is already fully gone. Thank you, Holy Spirit. നന്ദി പരിശുദ്ധ. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള്. Each and everyone check yourself. ഏത് രോഗമുള്ളവർ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏത് വേദന ഉള്ളവരെ കൈവെക്കണം. രോഗം നമുക്കുള്ളതല്ല പ്രിയര്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സാകുമ്പോൾ രോഗം വരുന്ന? ആരാ? ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. വയസ്സാകുമ്പോൾ രോഗം വരുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. The Bible doesn't say that when you grow old you will be sick. അത് നിങ്ങളോട് മനുഷ്യനാ പറഞ്ഞേക്കുന്നത്, പിശാചും. Men speak that way. ദൈവം പറഞ്ഞേക്കുന്നത് ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുത്തുമെന്ന. God promised good health and good lifelong life. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പ്രിയരെ, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ അവകാശങ്ങളെ ക്രിസ്തുവേശുവിന്റെ അഭിഷേകത്തോടെ നിങ്ങൾ പിടിച്ചെടുക്കുന്നവരാകണം. പറയണം, ഞാൻ രോഗത്തിന് അടിമയല്ല, യേശുവിന്റെ മകനാന്ന് പറയണം, ദൈവത്തിന്റെ പുത്രനാന്ന് പറയണം, പുത്രിയാന്ന് പറയണം. പിശാച് നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. എനിക്കിപ്പോ പള്ളിക്ക് വേദന കുറവുണ്ട്, മാറി.
കുറവുണ്ടെന്നാണോ സൗഖ്യമായെന്നാണോ? ഇതിലേതാ? സൗഖ്യമായി പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായിട്ട് മാറി. കുറവുണ്ടെങ്കിൽ നമുക്കതിനെ പിടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പൂർണ്ണ സൗഖ്യമാ. പൂർണ്ണ സൗഖ്യം. നന്ദി യേശുവേ. കർത്താവ് സൗഖ്യമാ, കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ലമഖുറാസിയാന്തരി. ഞാനൊരു കാനറ ബാങ്കിന്റെ ഒരു പാസ്ബുക്ക് ഞാൻ കാണുക. അതിൻ്റെ അകത്ത് ഞാനൊരു നമ്പർ സ്പെസിഫിക് ആയിട്ട്, അതായത് കുറേ കൂട്ടത്തിലൊരു നമ്പർ, ഈ നമ്പരുമായിട്ട് എന്നാ റിലേഷൻ നോക്കണം. 0259 ഈ നമ്പർ ഒരു പാസ്ബുക്കിലോ ATMിലോ അല്ലെങ്കിൽ എന്തിലാണോ ഈ നമ്പർ ഉള്ളത്, ബാങ്കുമായി ബന്ധപ്പെട്ട് 0259 ഇന്ന് അതിൻ്റെ മേലൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോവാ. ആരുടെയാണോ ആ ബാങ്കുമായി ബന്ധപ്പെട്ട നമ്പർ, ഓ ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇനിയിപ്പോ 0259 is being released related to Canara Bank. Whoever has it is going to have a financial deliverance. 0259 ഇന്ന് സംഭവിക്കാൻ വേണ്ടി ഓടിപ്പോയ പാസ്ബുക്കിലാണോ, എവിടെയാണോ, ATMിലാണോ, എവിടെയാണോ അത് ചെക്ക് ചെയ്യുക, കൈവെക്കുക. യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആർക്കാണോ ആ നമ്പർ ഉള്ളത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്തു. അത് 6 നമ്പരാ? അല്ല, 259 അല്ല, 259 ആണേ. ഈ നമ്പറാണ്, ശ്രദ്ധിച്ചോണേ. 0259 ആണോ? അല്ല 2259 ആണോ? 259 22 അല്ല. അതിന് മുന്നേ 0259. അത് ആരുടെയാണോ ഉള്ളത്, അത് എവിടെയാണോ ഉള്ളത്, അത് ഏത് അക്കൗണ്ടിലാണോ, ഏത് ബാങ്കിനാണോ, ലൈവിലാണോ, സൂമിലാണോ, ആരാണോ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോണ, സാമ്പത്തിക കുരുക്കിന്ന് അഴിയാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഓടിപ്പോയി ചെക്ക് ചെയ്യുക. അലമാരിക്കകത്താണോ, പാസ്ബുക്കിലാണോ, എവിടെയാണോ തപ്പിയെടുക്കുക. അല്ലെങ്കിൽ ATMിൽ നോക്കുക, എവിടെയാണോ അതിന് നമ്പർ ഉള്ളത് കൈവെക്കുക, അതിനെ ഏറ്റെടുക്കുക. Receive this prophecy, you are going to get delivered. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ അത് ആരാണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞിട്ടെടുക്കുക. അത് ബ്രേക്ക് ത്രൂ ആയി കർത്താവ് മാറ്റിയിരിക്കുന്നു. God has made it a breakthrough. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിനെ റിലീസ് ചെയ്യുന്ന കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നുണ്ട്. ലോർഡ് ജീസസ്. ഷേലബാറ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന സൂമിലുള്ളവരാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ജീസസ് ക്രൈസ്റ്റ്. ഫറൂലൊക്കെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് നിങ്ങൾ ഇതാക്കാതെ സെഫൻ അറിയാതെ. അടുത്ത നമുക്ക് ആലോചനയിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട് പ്രിയരെ. നബോറുഷല ബനാസിയാം തെരിക്കമേന ഫൊറൂഷല കിര സൈഫോനോ ഫറാലിയാം തെരിക്കമേന സ്വഹാരിയാന്തരി. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു പേര് എന്റെ മനസ്സിലേക്ക് വരുക. ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പം ഒരു ബാങ്കിന്റെ ഒരു ബാങ്കുമായിട്ടാണോ ഈ കേരളത്തിന്റെ അതായത് ആ ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ് തുടക്കത്തിൽ വരുന്നത് ഒരു വീടിന്റെ മുമ്പിൽ കിടക്കുക. അതായത് കേരളമെന്ന് ആരംഭിക്കുന്ന എന്തോ ഒന്ന്, ആ പേരിൽ ആരംഭിക്കുന്ന എന്തോ ഒരു കലണ്ടറോ ബ്രോഷറോ മറ്റെന്തോ ആ ഹോളിൽ കിടക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കാണുക. I see a house with Siddharth, the name Siddharth,
and they have a brochure or calendar which starts with Kerala in the sitting room. ഇന്ന് ഏത് വ്യക്തിയാണോ ആ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവന്റെ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു പ്രേരണ ഉണ്ടാവുക. I'm getting a urge to pray for the Siddharth. ഇന്ന് ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ I release him in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ഞങ്ങൾ അയക്കുന്നപ്പ. We send forth the work of the Holy Spirit over there. പിതാവ് ഇപ്പോൾ തന്നെ ആ മകന്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. എന്തോ ബ്രദർ, അവൻ എന്റെ ആങ്ങളെ, എന്റെ മോനാണത്, സിദ്ധാർത്ഥ്. ആങ്ങളയുടെ മോൻ അവിടെ ശമ്പളം ഉണ്ട് അവന് കിട്ടിയത്. അവൻ പഠിക്കുമ്പോൾ Son of her brother it is. അവനെ പഠിക്കുവാണ്. ഇപ്പൊ PG കഴിഞ്ഞിട്ട് നാളെ ശനിയാഴ്ച പൂനെയിലേക്ക് രണ്ടാമത് ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. He finished his PG and going to be for higher studies in Pune. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ വലിയൊരു കരുതൽ ദൈവം അവന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി യേശുവിനെ അറിയുവാൻ ആ കുടുംബത്തിൽ അവൻ മുഖാന്തരം യേശുവിലേക്ക് വരും. Family is going to come to Christ through him. യേശുവിനെ എതിർത്തത്, ഏറ്റവും കൂടുതൽ എതിർത്തത് അവനാണ്. ഞാൻ യേശുവിലേക്ക് വന്നപ്പോ ബൈബിള് കയറി ചാടുന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ, എന്നെ മാത്രമല്ല എന്റെ ഫ്രണ്ടിനെ ഒക്കെ അവൻ വല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ തമ്പുരാൻ വട്ടം പിടിക്കാൻ വേണ്ടി പോകട്ടെ. വട്ടം പിടിക്കാൻ വേണ്ടി അവനെ വട്ടം പിടിക്കാൻ വേണ്ടി പോകണം. ബാങ്കിങ് സംബന്ധമായിട്ടൊരു വിഷയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊരു മുഖാന്തരമാണ് അവനെ വട്ടം പിടിച്ചെടുക്കുന്നത്. There will be an issue related to bank in his life. Thank you Holy Spirit. ഏറ്റെടുത്തു. കർത്താവ് എല്ലാം അറിയുന്ന പ്രിയരെ, യേശുവിന്റെ നാമത്തിൽ റമേന സുഫൻ കറോലിയ സൈറ്റ് ബറൈഫല സോഷല കേന സൈന ബറാക ബറാസിറ്റ് ബോഷല കേവന ഹോഷ സൈന ബബറൂഷല കേന സിയാന്ദ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നസീറ്റ ബൗരിയാന്തിരി, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, യേശുവേ. ഞാനൊരു ഭവനത്തിൽ ഒരു ലെറ്റർ കാണുവാണ്. അതിൻ്റെ അകത്ത് എന്തോ ഒരു ചേംബറിൽ നിന്ന് വന്ന ഒരു ലെറ്റർ, അതായത് ചേംബർ എന്നൊരു വാക്ക് ആ ലെറ്ററിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ലെറ്റർ ആ ഒരു വ്യക്തി കൈപ്പറ്റിയിരിക്കുകയാണ് ആ പേപ്പർ. ചേംബർ എന്നുള്ളത് എന്തോ ഒരു ചേംബറിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ആ വാക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആരുടെ ഭവനത്തിലാണ് അത് കൈപ്പറ്റിയിരിക്കുന്നത്? ചെമ്മണ്ടൂർ ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ വന്നായിരുന്നു വീട്ടില് ബ്രദറെ. ചേംബർ എന്നുള്ള വാക്ക്, ചേംബർ എന്നുള്ളൊരു വാക്ക് ചെമ്മണ്ണൂർ ലെസ്റ്റർ, അതായത് ഒരു ചേംബറിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചേംബർ എന്നുള്ള വാക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ലെറ്റർ ആണ് ഞാൻ കാണുന്നത്. അതാരുടെയാണോ അത് ഇന്ന് കർത്താവ് അതിന്റെ മേലൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. Whoever has that letter, God is going to send his work on it. In the name of Jesus Christ. ബ്രദറെ, ഒരു 3-4 ദിവസം ആയി കഴിഞ്ഞ് എനിക്ക് കോടതി ചേംബറിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചേംബർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കോടതി ചേംബറാ. കൈ എടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ആ പേപ്പറിലോട്ട്, കർത്താവെ ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിന്റെ മേൽ മിറക്കിളിനെ റിലീസ് ചെയ്യുന്നു. ദൂതന്മാരിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞങ്ങൾ ഇതിനെ റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അതിൽ വെളിപ്പെടുന്നല്ലോ പിതാവേ. അങ്ങ് പ്രിയമൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി. സാക്ഷ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞതിനെ പിടിച്ചു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. The enemy will gnash his teeth. He will not succeed. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രിയർ. യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവർ, സാമ്പത്തിക സോഴ്സുകൾ നിങ്ങളുടെ മേൽ, ആ ഫിനാൻഷ്യൽ കുരുക്കുകൾ അഴിയാൻ വേണ്ടി പോവാം.
ഹൗസന ഫാറലേസ് Financial bondages are going to break now. നിയഫറലെ ബെസിയാന്തിരി. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു 16 എന്ന് പറഞ്ഞ ഡേറ്റ് കാണിക്കുക. God is showing me a 16 ഒരു date. പെൺ തലമുറ ജനിച്ച ദിവസമായത്. It is the birth date of a girl. ആ കുടുംബത്തിന്റെ അകത്ത് കാലുമായി ബന്ധപ്പെട്ട് പലരും രോഗിയാക്കുന്ന ഒരു ദുരാത്മ ശക്തി ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി മാറുക. There is an evil force which affects the legs of the പറഞ്ഞു. people in the അത് എന്റെ മോളെ കുട്ടിയാണ് 16-ന്. മോളാണോ അത്? മോളെ കുഞ്ഞാണ്. എനിക്കും കാലിന് വിഷമമുണ്ട്, മോക്ക് കാലിന് വിഷമമുണ്ട്, കുഞ്ഞു മോക്കും ഈ പറഞ്ഞ കുട്ടിക്കും വിഷമമുണ്ട്. അത് ജനിച്ചത് 16-ലാണോ കുഞ്ഞ്? അതെ, 16-ന്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ആ പറഞ്ഞു. ഫെബ്രുവരി 16-നാണ് ജനിച്ചത്. 16 ജനിച്ചത്. കാലിന് പ്രശ്നമുണ്ട്. ആ കാലിന് വേദനയുണ്ട്. ഹസ്ബൻഡിന് കാലിന് നല്ല വേദന, കുറെ നാളുകൊണ്ട് നല്ല വേദനയാ. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരെ ഇന്ന് കർത്താവിന്റെ ഡെലിവറൻസിന് ഞങ്ങൾ കൽപ്പിക്കുന്നു. ആ കുടുംബങ്ങൾക്കകത്തുനിന്ന് ആ രോഗശക്തിയെ ഞങ്ങൾ ഇറക്കി വിടുന്നു. ഓരോ ജനറേഷന്റെ മേലേക്ക് അതിനെ പകർന്ന് ഓരോരുത്തരെ രോഗിയാക്കുന്ന പൈശാചിക ശക്തിയെ നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുക ആ ഭവനത്തിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ സമാധാനം വാഴട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ. അപ്പ സാമ്പത്തികമായി കുരുക്കിന്റെ അകത്ത് കിടക്കുന്നവരെ, സമാധാനമില്ലാതെ ഭവനത്തിന്റെ അകത്ത് അലയുന്നവരെ, കുടുംബത്തിന്റെ അകത്ത് കലഹത്തിന്റെ അകത്തിരിക്കുന്നവരെ ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെല്ലാം പിടിച്ചു കെട്ടുന്നു. പിതാവേ, അങ്ങയുടെ അധികാരത്തെ ഉപയോഗിക്കുന്നു. ആ കുരുക്കുകളെ ഞങ്ങൾ അഴിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ റിലീസ് ചെയ്യുന്നപ്പ നന്മയുണ്ടാകട്ടെ. സിസ്റ്റർ, ഇനി ട്രാൻസ്ലേറ്റിൽ കുഴപ്പമില്ല, ഞാൻ ക്ലോസ് ചെയ്യുവാണേ. കുഴപ്പമില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഏറ്റെടുത്ത് ബ്രദർ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ ഇപ്പൊ നിർമ്മല എന്നുള്ള ഒരു പേരും ഒരാൺ തലമുറയിനെ കൊണ്ട് പറഞ്ഞിട്ടില്ലേ? അതെ ബ്രദറെ, അത് എനിക്ക് മനസ്സിലായില്ല ബ്രദറെ. അതിന്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ആൺകുട്ടി പിന്നെ 41 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഇപ്പോഴ് ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ 2 കുട്ടികളുള്ള ഒരു പെൺകുട്ടിനെയാണ് ഇപ്പൊ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. എനിക്ക് തോന്നുന്നത് ആലോചന നമ്മുടെ യൂട്യൂബിൽ ഇപ്പൊ വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടോണേ, കേട്ടോ എന്താന്നുള്ളത് കേട്ടോ സിസ്റ്ററെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്നുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോ. ഒരു കാര്യം പറയാനുണ്ട് ബ്രദർ. എന്റെ മൂക്കിനകത്ത് ഒരു ജീവി വന്ന് ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൂക്കിനകം എല്ലാം പുണ്ണായി, അങ്ങനെ ഒരുപാട് ഞാൻ അസ്വസ്ഥപ്പെടുന്നു ബ്രദറെ. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ മൂക്കിന്റെ അകത്ത് കർത്താവെ പ്രിയമകളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ രോഗ ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തു. പൂർണ്ണ സൗഖ്യം. അതെന്താണോ ആ ജീവി, എന്താണോ അസ്വസ്ഥത, ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, മാറാത്ത രോഗമില്ല, മാറാത്ത വ്യാധിയില്ല, എല്ലാത്തിനെയും ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശുവിന്റെ തിരുമുറിവിനാൽ എന്ന സൗഖ്യവും ആരോഗ്യവും ബലവും വന്നിരിക്കുന്നില്ലപ്പ. ഞാൻ ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നപ്പ എല്ലാ കെട്ടുകളും അഴിയട്ടെ. രോഗശക്തികളെ എല്ലാവരും കൈവച്ച്, സ്വന്തം ബോഡി കൈവച്ച് ആ പേഴ്സ് എടുത്ത് പുറത്തിട്ട് യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണമെങ്കിൽ, മിറക്കൽ മണി വേണമെങ്കിൽ എല്ലാ പേഴ്സും പുറത്തെടുത്ത് യേശു ജീവിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിലപ്പ എല്ലാ ക്രൈസിസുകളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. എല്ലാ ഡോറുകളെയും ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ ഡോറുകളെ അടയ്ക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ രോഗശക്തിയോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗമേ, രോഗാത്മാവേ, രോഗശക്തിയെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന ഇറങ്ങുക. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ റിലീസ് ചെയ്ത് വാരി വിതറി കൊടുക്കട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. തെറ്റായ വഴിവിട്ട ബന്ധങ്ങളെ വെട്ടിമാറ്റുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ. തലമുറകളെ ബന്ധിച്ച ദുരാത്മാവിന്റെ ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗത്തെ കൽപ്പിക്കുന്നു, രോഗശക്തി കൽപ്പിക്കുന്നു. ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ ഡിപ്രഷനുകളെയും ക്യാൻസൽ ചെയ്യുന്നപ്പ. എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളെ ക്യാൻസൽ ചെയ്യുന്നപ്പ. എല്ലാ ശാരീരിക രോഗങ്ങളെ ക്യാൻസൽ ചെയ്യുന്നപ്പ. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെ ബന്ധിക്കുന്നപ്പ. പുറത്താക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് തൊട്ടിരിക്കുന്നു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, ആലോചന ഇടപെട്ടവർ, സാക്ഷ്യമുള്ളവർ, ഒരേ ആലോചന ഇടപെട്ടവർ എടുത്തു പറയേണ്ട, സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച വ്യക്തികളൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം നമുക്ക് സാക്ഷ്യമുള്ളവർക്ക് പറയാം. നിങ്ങൾ വിതയ്ക്കണം. പ്രത്യേകിച്ച് നമുക്ക് പത്തനംതിട്ടയിൽ പ്രയർ സ്റ്റേഷൻ വരുന്നു. അതുകൂടാതെ പലയിടങ്ങളിലും പ്രയർ സ്റ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിതയ്ക്കുക. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഇത് പിരിവായിട്ട് ചിന്തിക്കല്. ഇത് പിരിവല്ല. ബൈബിൾ പറഞ്ഞ പോലെ അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കുക. നിർബന്ധത്താൽ അരുത് കേട്ടോ. ബ്രദർ പറഞ്ഞുകൊണ്ട് എന്നാ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് വിതയ്ക്കരുത്. ബൈബിൾ പ്രകാരം വിതയ്ക്കുന്നത് ബ്രദറിനോടല്ല, ബ്രദറിന് തരുവല്ല, സഭയ്ക്ക് കൊടുക്കുവല്ല, ഒരു ദൈവദാസന് കൊടുക്കുവല്ല. എപ്പോഴും ഓർത്തുന്ന കണക്ക് സ്വർഗത്തിലാണ്. ഒരു ബ്രദറിലും കണക്കില്ല. വിതയ്ക്കുക, കൊയ്യുക. ഞാൻ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നപ്പ കർത്താവെ, അവരുടെ വിത നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു സാമ്പത്തിക കുരുക്ക് അവർക്ക് ഉണ്ടാകത്തില്ല. അവർ വായ്പ മേടിക്കത്തില്ല.